ഹലോ, അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ വിശേഷത്തിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത്. അങ്ങനെ ഫൈസിക്കുട്ടിനെയും ഇക്കാനെയൊക്കെ റെഡിയാക്കി വിട്ട ശേഷം പിന്നെ ഞാൻ വേഗം പോയത് തിരുമ്പാനാണ്. അങ്ങനെ വേഗം അലക്കി വിരിച്ചിട്ട ശേഷമാണ് കേട്ടോ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി നിന്നത്. അങ്ങനെ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഫാദുക്കുട്ടി ഇതാ അവളുടെ കുളിയും മേക്കപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യത്തെ പെരുന്നാളൊന്നുമല്ല, ഇപ്പോൾ കുറേ ആയിട്ട് പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു പണ്ടത്തെ ആ ഒരു പെരുന്നാളിൻ്റെ വൈബും കാര്യങ്ങളൊന്നും കിട്ടാറില്ല അല്ലേ. കാരണം വേറൊന്നുമല്ല, അന്നത്തെ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു പെരുന്നാളിന് മാത്രമായിരിക്കും നമ്മൾ ബിരിയാണിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുക. പക്ഷേ ഇപ്പോഴത്തെ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് എന്നും ഉണ്ടാക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം. അങ്ങനത്തെയൊക്കെ അവസ്ഥയാണല്ലോ. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ വേഗം തീ കത്തിച്ച്, ബിരിയാണിക്ക് എന്തായാലും തിളച്ച വെള്ളം ആവശ്യമായിരിക്കുമല്ലോ. അപ്പോൾ വെള്ളമൊക്കെ വെച്ച ശേഷം പിന്നെ വേഗം വീടൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം 2-3 ദിവസമായി തുടച്ചിട്ട് തുടക്കലൊക്കെ കഴിഞ്ഞ് വേഗം പോയി കുളിച്ചുട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ബിരിയാണി വെക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബിരിയാണി പണിക്ക് നിന്ന് കഴിഞ്ഞാലേ പിന്നെ ഈ കുളിക്കലൊക്കെ നന്നായിട്ട് ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ പണിയില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് പൊരിക്കണം. ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് മസാലയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ വേഗം സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ബിരിയാണീൻ്റെ ഫുൾ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ആരോ ഒരാൾ കോൾ വിളിച്ചതോടുകൂടി ക്യാമറ ഓഫാക്കി. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് വിചാരിക്കണു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.